വിശുദ്ധന്മാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുവിള വർഗീസാണ്. പല നാളുകളായി നമ്മൾ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ദീർഘമായ അനുഗ്രഹീത വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിനെ G2R അഥവാ ജെനസിസ് ടു റെവലേഷൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ട് ഭാഗങ്ങളെയും, അതായത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കോർത്തിണക്കിക്കൊണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമം അടങ്ങിയിരിപ്പുണ്ട്. പഴയ നിയമം എന്താകുന്നു എന്ന് പുതിയ നിയമമാണ് വെളിപ്പെടുത്തുന്നത്. അർത്ഥാൽ പഴയ നിയമം വരും കാലത്ത് വെളിപ്പെടുവാനുള്ള സത്യങ്ങളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. പുതിയ നിയമമാകട്ടെ ആ നിഴൽ എന്താകുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമം ലഭിച്ചത് അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്കും, ഇസഹാക്കിൻ്റെ സന്തതിയായി യാക്കോബും, യാക്കോബിൻ്റെ സന്തതി പരമ്പരയായി 12 മക്കളും, അവരിൽ നിന്ന് ഈ ലോകത്തിൽ ജനിച്ച ഇസ്രായേൽ ജനങ്ങൾക്കും ആകുന്നു. അതിൽ മോശെ ദൈവം അവരുടെ മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് വേർതിരിച്ച് വിടുവിപ്പാൻ ഉപയോഗിച്ചു. ആ മോശയിൽ കൂടെ കൊടുത്ത ന്യായപ്രമാണമാണ് ഇന്നും യഹൂദന്മാർ ആചരിച്ചു വരുന്നത്. യഹൂദൻ എവിടെ പോയാലും ആ ന്യായപ്രമാണ പുസ്തകം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. പുതിയ നിയമത്തിലാകട്ടെ മാനവരാശിയെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത അവതാരം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് പുതിയ കൽപ്പന തന്നു. അത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ യുഗത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ദൈവസഭയാകുന്ന പുതിയ നിയമസഭയെ സ്വതന്ത്രരാക്കി ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കുകയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാറ്റാൻ കൊണ്ട് തിരഞ്ഞെടുത്ത ഒരു ജാതിയും വിശുദ്ധ ജനവും രാജകീയ പുരോഹിതവർഗവുമാക്കിയതെന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന 6 വിധ യാഗങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ നിറവേറ്റി നമ്മെ നമ്മുടെ അകൃത്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിച്ചു. ഇതാണ് നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനമായ രഹസ്യവും മർമ്മവും കണ്ണിയും. അതിൽ 5-ാമത്തെ യാഗമാകുന്ന അകൃത്യയാഗത്തെക്കുറിച്ച് നാം പഠിച്ചു വന്നപ്പോൾ യേശുക്രിസ്തു അകൃത്യയാഗ മൃഗത്തിൻ്റെ മേൽ കൊടുക്കുന്ന ശിക്ഷകൾ എന്തെല്ലാമോ അത് മുഴുവൻ വഹിച്ചു എന്നുള്ളതാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ദൈവപുത്രനെ അവർ പരിഹസിച്ചു എന്നുള്ള വിഷയമാണ് അവസാനമായി നാം ചിന്തിച്ചത്. മത്തായി സുവിശേഷം 27-ാമത്തെ 30-ാമത്തെ വാക്യം. അതിൽ പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയം നമ്മൾ അല്പമായി ചിന്തിച്ചു. കർത്താവിനെ 40 അടി അടിച്ചില്ല, ഒന്ന് കുറേ 40 അടി അഥവാ 39 അടിയെ അടിച്ചുള്ളൂ എന്നൊക്കെ. അത് വിശുദ്ധ പൗലോസ് അനുഭവിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചതിൻ്റെ പൂർത്തീകരണമല്ല. യേശുക്രിസ്തു 40 അടിയും കൊണ്ടു എന്നുള്ളതിൻ്റെ വിഷയത്തെ അടിസ്ഥാനമാക്കി മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നിലത്ത് കമഴ്ത്തി കിടത്തി 40 അടിയും കർത്താവ് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ യഹൂദന്മാർ കൊടുത്ത സകല ശിക്ഷാ നിയമവും കർത്താവ് അനുഭവിച്ചു എന്നർത്ഥം. അവസാനമായി നാം തുടരുകയാണ്. തന്നെയുമല്ല, പരമാവധി ശിക്ഷയാകുന്ന ശിക്ഷ യഹൂദൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് 40 അടി അടിക്കപ്പെടുന്ന ഒരുവനെ പിന്നീട് ശിക്ഷയ്ക്ക് ഏതുവായ കുറ്റം ചെയ്താലും കുറ്റപത്രം എഴുതി അവനെ ക്രൂശിക്കുന്നതിന് മുൻപ് കുറ്റപത്രം എഴുതി ക്രൂശിന് മുകളിൽ തറയ്ക്കണമായിരുന്നു. അവർ ദൈവപുത്രനെതിരായി ആരോപിക്കപ്പെട്ട കുറ്റം വഴിപോക്കർ വായിക്കത്തക്കവണ്ണം എഴുതി ക്രൂശിൻ്റെ മുകൾ ഭാഗത്ത് തറച്ചു. അന്നത്തെ പ്രഗത്ഭമായിരുന്ന 3 ഭാഷകൾ എബ്രായ, യവന, അരാമ്യ ഭാഷകളിൽ എഴുതി തറച്ചു. പീലാത്തോസ് കുറ്റപത്രം എഴുതിയത് ഇങ്ങനെയാണ്. കാരണം യഹൂദന്മാർ ആവശ്യപ്പെട്ടു, നിയമമനുസരിച്ച് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കണം, അതെഴുതി അവരെ ബോധ്യപ്പെടുത്തണം. എന്നാൽ ഇവിടെ വഴിപോക്കർ കൂടെ ഇവൻ കിടന്ന് പിടയുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ കണ്ടിട്ട് എന്ത് കാരണത്താലാണ് ഇവനെ ക്രൂശിച്ചതെന്നുള്ള കുറ്റപത്രം എഴുതി വെക്കണം എന്ന് പീലാത്തോസിനോട് മഹാപുരോഹിതനും ന്യായശാസ്ത്രിമാരും ന്യായാധിപ സംഘവും ആവശ്യപ്പെട്ടു. നസറായനായ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അവിടെ ക്രൂശിൻ്റെ തലയ്ക്കൽ എല്ലാവരും കാണത്തക്കവണ്ണം
യവനദേശക്കാരും ആരാമ്യ ഭാഷ സംസാരിക്കുന്നവരും യഹൂദന്മാരും കണ്ട് വായിക്കത്തക്കവണ്ണം എഴുതി വെച്ചത്. ജീസസ് ഓഫ് നാസറേത്ത്, ദ കിങ് ഓഫ് ജ്യൂസ്. പരമാർത്ഥ മനസ്സിൽ പീലാത്തോസ് ഒരു സത്യം എഴുതി വെച്ചതാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ രാജാവായ ഇവനെ യഹൂദന്മാർ ക്രൂശിച്ചു എന്നാണ് അർത്ഥം വന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 19:10 ആ വാക്യം എഴുതിയിരിക്കുന്നത്. എബ്രായ, യവന, ലത്തീൻ എന്നീ 3 ഭാഷകളിൽ എഴുതിയതിൽ യവന ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: ഈസൂസ് ഹോ നാസറേനെ ഹോ ബെസേലിയൂസ് തേൻ ഐഡുയായോൺ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, ഈസൂസ് യേശുക്രിസ്തു, നസറേനെ നസറത്തിൽ നിന്നുള്ളവൻ, ബസേലിയൂസ് എന്ന് പറഞ്ഞാൽ രാജാവ്. എന്നാൽ ഈ എഴുത്തിൽ കലിപൂണ്ട യഹൂദന്മാർ പീലാത്തോസിൻ്റെ അടുക്കൽ ഓടി വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ കുറ്റപത്രം മേലെഴുത്ത് എഴുതി വെക്കേണ്ടത് അങ്ങനെയല്ല. അവനെ എന്തുകൊണ്ട് ക്രൂശിച്ചുവെന്ന് എഴുതണം. ശിക്ഷയ്ക്ക് ഹേതുവായി ഞങ്ങൾ ആരോപിച്ച ആരോപണം ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. അതാണ് എഴുതി വെക്കേണ്ടത്. ഹി സെഡ് ദാറ്റ് ഐ ആം ദ കിങ് ഓഫ് ജ്യൂസ്. എയ്പേൻ ബെസേലിയൂസ് എയ്മി ടോൺ അയൂഡിയോൺ എന്നെഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്നവരും പോകുന്നവരും അത് കണ്ടിട്ട് ആഹാ കൊള്ളാമല്ലോ, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു. അല്ലേ, ഇവൻ ഈ ശിക്ഷയ്ക്ക് അർഹനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവനെ അധിക്ഷേപിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദന്മാർ അത് എഴുതി വച്ചത്. അകൃത്യാഗം കഴിക്കുവാൻ അകൃത്യം ചെയ്തവൻ ആടിനെയോ പക്ഷികളെയോ കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഇതിനെ യാഗമർപ്പിക്കുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചാൽ അത് പാപയാഗമാണോ, സമാധാനയാഗമാണോ, അകൃത്യയാഗമാണോ, ഹോമയാഗമാണോ എന്ന് ചോദിച്ചാൽ വിഷയം വ്യക്തമാക്കണം. അത് പുരോഹിതൻ അവിടെ വിളിച്ചു പറയുകയും ചെയ്യും. ഇവൻ ചെയ്ത അകൃത്യത്തിൻ്റെ ഫലമായി ഈ ആടിനെ, ഈ പ്രാവിനെ, ഈ കുറുപ്രാവിനെ ഇവിടെ യാഗം അർപ്പിക്കുന്നു എന്ന്. വെറുതെ ആരും ഒന്നിനെയും യാഗം കഴിക്കുവാൻ കൊണ്ടുപോകയില്ല. അങ്ങനെ ആ പാപം ആ മൃഗത്തിൻ്റെയോ കുറുപ്രാവിൻ്റെയോ പ്രാവിൻ കുഞ്ഞിൻ്റെയോ മുകളിൽ ചെലുത്തുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ കുറ്റപത്രം എഴുതിയതിൻ്റെ സാരം അവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് പറഞ്ഞതിന് വേണ്ടി ക്രൂശിച്ചതാണ്. ഞങ്ങൾ കുറ്റമില്ലാത്തവരാണ്, ഞങ്ങൾ നീതിയുക്തരാണ്, ഞങ്ങൾ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് യഹൂദന്മാർക്ക് വഴിപോക്കരെ പറഞ്ഞു ബോധിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ റോമചക്രവർത്തിയാൽ നിയന്ത്രിതനായിരിക്കുന്ന പീലാത്തോസ് അവരുടെ നിയമമാകുന്ന എഴുതപ്പെട്ട എഴുത്തും തീർപ്പും ദുർബലപ്പെടുത്തുവാൻ ആർക്കും, എഴുതിയ രാജാവിന് പോലും പാടുള്ളതല്ലാത്തതിനാൽ, ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കൽ റോമ ഗവൺമെൻറ്റോ അത് അഹശ്വരേശ് രാജാവിൻ്റെ കാലം തൊട്ടു തിരുവചനത്തിൽ നാം പഠിക്കുന്നതാണ്. ഒരിക്കൽ അത് എഴുതിയാൽ പിന്നീട് അത് മായ്ക്കുവാൻ സാധിക്കുകയില്ല. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ, അതാണ് അവരുടെ നിയമം. എസ്തേറിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 19-ഉം 8-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യവും ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യവും 12-ഉം 15-ഉം വാക്യങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പാർസികളുടെയും മേദ്യരുടെയും മാറ്റമില്ലാത്ത നിയമം. പീലാത്തോസ് അവരോട് ഉത്തരമായി പറഞ്ഞത്, ഞാൻ എഴുതിയത് എഴുതി. വാട്ട് ഐ ഹാവ് റിട്ടൺ ഐ ഹാവ് റിട്ടൺ. ഒരിക്കൽ കൂടെ പറയാം, അവരുടെ നിലവിൽ നിന്നിരുന്ന നിയമം അഴിച്ചു മാറ്റുവാനുള്ളതല്ലെന്ന്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യന് അവൻ എഴുതിയ നിയമം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രാജാക്കന്മാർക്കും രാജസദസ്സിനും അവരാൽ എഴുതപ്പെട്ട നിയമം ആരാലും മാറ്റുവാനും മറിക്കുവാനും കഴിയുകയില്ല എന്നുള്ള ആ നിയമം അന്ന് പ്രാബല്യത്തിലിരുന്നു എങ്കിൽ വാക്കുമാറാത്ത സ്വർഗസ്ഥനായ ദൈവം ഒരിക്കൽ പറഞ്ഞ വാക്ക് മാറ്റുവാൻ കഴിയുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. പറഞ്ഞാൽ പറഞ്ഞു. അതുകൊണ്ടാണ് പീലാത്തോസ് എഴുതിയത് റോമൻ നിയമം അനുസരിച്ച്, ഞാൻ എഴുതിയത് എഴുതി. വാട്ട് ഐ ഹാവ് റിട്ടൺ ഐ ഹാവ് റിട്ടൺ. ഇനിയും 2 തവണയാണത് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് റിട്ടൺ ഐ ഹാവ് റിട്ടൺ. ഹോ ഗ്രാഫ ഗ്രാഫ എന്നത്രേ. യവന ഭാഷയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഹോ ഗ്രാഫ ഗ്രാഫ. ഗ്രാഫ എന്ന് പറഞ്ഞാൽ എഴുതുക. ഹോ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. 2 തവണ പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി.
അതെ, യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് ചുമ്മാതെ പോക്കല്ല. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞതിനെ അവനെ ക്രൂശിച്ചത് സാക്ഷാൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ യോഹന്നാന്റെ സുവിശേഷം 4:23 ആത്മീയ യഹൂദന്മാർക്ക്, ഉൽപ്പത്തി പുസ്തകം 29:35 ഈ ആത്മീയ യഹൂദന്മാരെന്ന് പറഞ്ഞതിലേയ തൻ്റെ 4ാമത്തെ മകനെ പ്രസവിച്ചു. അവനെ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു. അതായത് നമുക്ക് രാജാവ് മാത്രമല്ല, അവൻ രാജാധിരാജാവും കർത്താധികർത്താവും അത്രേ. യഹൂദന്മാർ ക്രൂശിച്ച കർത്താവ് യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, സാക്ഷാൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും യോഹന്നാൻ 4:23 ഒരിക്കൽ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരാധിക്കുന്ന സത്യാരാധനക്കാർക്ക് അവൻ ദൈവാധിദൈവവും രാജാധിരാജാവും കർത്താധികർത്താവും അത്രേ. വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം 11:15, 17:14, 19:26. ഇവിടെ വേറെ ഒരു കാര്യം പലർക്കും അറിയാത്തത്, ജ്ഞാനം വെളിപ്പെടുത്തുകയല്ല, അഹങ്കരിക്കുകയല്ല, അറിഞ്ഞത് അറിയിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്. താൻ സാക്ഷിയായി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തത് അറിയിക്കാതെ പാപം ചെയ്താൽ എന്നൊരു വ്യവസ്ഥ ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞത്, പൗലോസും അത് തന്നെയാണ് എഴുതിയത്, ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അത് അറിയിക്കുക എന്നുള്ളതാകുന്നു ഇവിടുത്തെ ഈ ശുശ്രൂഷയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതായത് കർത്താവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ തലയ്ക്കൽ എഴുതി വയ്ക്കപ്പെട്ടിരുന്നതും നാം വായിക്കുന്നതുമായ INRI, ഇതിൻ്റെ പൂർണ്ണരൂപം, ഈ ചുരുക്കെഴുത്തിൻ്റെ മുഴുരൂപം പലർക്കും അറിയുകയില്ല. അറിയേണ്ടതിനു വേണ്ടി പറയുകയാണ്. എഴുതിയത് ജീസസ് ഓഫ് നാസറേത്ത്, ദ കിങ് ഓഫ് ജ്യൂസ്. ഇതിൽ 4 പദങ്ങൾ അവർ എടുത്തു. ജീസസ്, നാസറേത്ത്, കിങ്, ജ്യൂസ്. ഇതാണ് 4 അക്ഷരം മുകളിൽ കാണുന്ന INRI എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ ലാറ്റിൻ പ്രയോഗമാണത്, ലത്തീൻ പ്രയോഗം. 4 വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തുള്ള ചുരുക്കെഴുത്താണ് INRI. അതായത് ഈസൂസ് നാസറേത്ത് റെക്സ് ഐഡിയോറം. ഒരിക്കൽ കൂടെ പറയാം, INRI എന്നുള്ളതിൻ്റെ വിസ്തൃത രൂപം, ഫുൾ ഫോം, ഈസൂസ് നാസറേനസ് റെക്സ് ഐഡിയോറം. ഒരിക്കൽ കൂടെ വീണ്ടും പറയാം, ഈ INRI എന്ന പദത്തിൻ്റെ അർത്ഥം ഇൻറി. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ളവരായതുകൊണ്ട് പെസഹ വ്യാഴാഴ്ച അപ്പമുണ്ടാക്കി പള്ളിയിൽ കൊണ്ടു കൊടുക്കും. അതിന് ഇൻറിയപ്പം എന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നിരുന്നത്. കുറ്റം ചെയ്ത് വീട്ടിൽ വരുമ്പോൾ അമ്മച്ചി പറയാറുണ്ട്, അപ്പച്ചൻ ഇങ്ങോട്ട് വരട്ടെ മോനെ, ഇൻറിയപ്പം വെച്ചിട്ടുണ്ടെന്ന്. ഇൻറി എന്ന പദത്തിൻ്റെ അർത്ഥം ഈസൂസ് നാസറേനസ് റെക്സ് ഐഡിയോറം, യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്. അതെ വാത്സല്യമിത്രങ്ങളെ, സഹോദരി സഹോദരന്മാരെ, യേശു യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, നമ്മളുടെയും രാജാവാണ്. സാധാരണ രാജാവല്ല, രാജകീയ പുരോഹിതവർഗത്തെ ഭരിച്ചു നടത്തുന്ന രാജാധിരാജാവാണ്. 9ാമതൊരു വിഷയം, ദൈവപുത്രൻ അകൃത്യം ചെയ്ത വ്യക്തിയുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അകൃത്യം എന്തെന്നറിയാത്ത ഒരു നിഷ്കളങ്ക മൃഗവും കളങ്കമില്ലാത്ത പ്രാവും. മത്തായി സുവിശേഷം 16, യോഹന്നാന്റെ സുവിശേഷം 1:29-35 നമ്മെ സകലവിധ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി കൊടുത്തു. തീത്തോസ് എഴുതിയ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അകൃത്യം ചെയ്ത വ്യക്തിയെ അകൃത്യരഹിതനാക്കേണ്ടതിന് വേണ്ടി അകൃത്യം എന്തെന്നറിയാത്ത ഒരു കോലാടും അകൃത്യം എന്തെന്നറിയാത്ത ഒരു നിഷ്കളങ്കമായ പ്രാവും. അതുകൊണ്ടാണ് 2-3 വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. മത്തായി 10:16 നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-35 ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്നാണ്. അർണിയോൺ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രസവിച്ച് വീണതേയുള്ളൂ, കഷ്ടിച്ച് നടക്കുവാൻ പ്രായമായതേയുള്ളൂ, എന്തെന്നറിയുന്നില്ല, അമ്മയെ മാത്രമേ അറിയുകയുള്ളൂ. ആടുകൾക്ക് അപ്പനാരാകുന്നു എന്നറിയുകയില്ലല്ലോ. അമ്മയോടുകൂടെ കുറച്ചു നാൾ പാർക്കുമ്പോൾ മുല കുടിക്കുന്നത് കൊണ്ട് അമ്മയാണെന്നറിയാം. അമ്മയുടെ അടുക്കൽ വേറെ ആട്ടിൻകുട്ടികൾ ചെന്നാൽ അത് കുത്തി ഓടിക്കും. അത് പാല് കൊടുക്കുന്ന അതിനു വേണ്ടി മാത്രം. ഇത് വിധത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം അവനൊരകൃത്യയാഗമായി തീരുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു കൊടുത്തു? അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തത് സൽപ്രവൃത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനാണ്. അതുകൊണ്ട് ആരെങ്കിലും നേതൃത്വ സ്ഥാനം വഹിക്കുന്ന നേതൃ ശുശ്രൂഷകന്മാരെ എവിടെങ്കിലും ഒരു സഭയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ ആ നേതൃ ശുശ്രൂഷൻ ചെയ്യുന്ന വ്യക്തിയുടേതല്ല, ആ വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാണ്. സകല വിശ്വാസികളും യേശുക്രിസ്തുവിനും യേശുക്രിസ്തു വിശ്വാസികൾക്കും ഉള്ളതാകയാൽ നാം എല്ലാവരും കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിയന്ത്രിച്ച് നടത്തി പോഷിപ്പിച്ച് കർത്താവ് എന്ന തലയോളം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ വളർത്തിയെടുക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയന്മാർ മാത്രമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ചെയ്യുന്ന ദൈവവചന ശുശ്രൂഷ കേൾക്കുന്ന വിശുദ്ധന്മാർ തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, തീത്തോസ് എഴുതിയിരിക്കുന്നത് ഇടയലേഖനമാണ്. തിമോഥെയോസിൻ്റെ 1-2 തീത്തോസ് എഴുതിയ ലേഖനവും തീത്തോസിന് എഴുതപ്പെട്ട ലേഖനവും വിശുദ്ധ പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിനിടയ ലേഖനമാണ്. ശുശ്രൂഷകന്മാരത് മറക്കരുത്. അതുകൊണ്ട് എൻ്റെ സഭ, എൻ്റെ വിശ്വാസികൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നൊന്നും പറയരുത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുക്കുവാൻ ദൈവം ആത്മാക്കളെ നിങ്ങൾക്ക് ദാനം തന്നതാണ്. നിങ്ങളുടെ അധ്വാന ഫലമല്ല. നിങ്ങൾ പാപത്തിനു വേണ്ടി മരിച്ചിട്ടില്ല. നിങ്ങളുടെ പാപത്തിനു വേണ്ടി കർത്താവാണ് മരിച്ചത്. അതുകൊണ്ട് വിശ്വാസികളുടെ കുത്തക അവകാശം ആരും എടുക്കരുത് എന്ന് ഒരിക്കൽ കൂടെ പറയാം. ഈ ഭാഗം ഇവിടെ ഞാൻ നിർത്തുന്നതിന് മുൻപ് തിരുവചനത്തിൽ നാം ആരായിരുന്നുവെന്നും എത്രത്തോളം അകൃത്യം ചെയ്തുവെന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ദൈവവചനത്തിൽ ചിലത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. പാപം, അകൃത്യം, ലംഘനം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അകൃത്യയാഗമായി ഒരു മൃഗം തന്നെ താൻ അറിയാതെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞാടും നിഷ്കളങ്കമായ പ്രാവും നമ്മുടെ പാപപരിഹാരത്തിനും അകൃത്യത്തിൻ്റെ പ്രായശ്ചിത്തത്തിനുമായി 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാരവനെ തള്ളി, ദൈവസഭ അവനെ സ്വീകരിച്ചു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. യഹൂദന്മാർ അവനെ തള്ളി, റോമക്കാരവനെ ക്രൂശിച്ചു. യഹൂദന്മാർ ആമേൻ, ദൈവസഭ ആർക്കു വേണ്ടി മരിച്ചു? ആ ദൈവപുത്രനെ അവർ പുറത്താക്കി. മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെയും 20-ാമത്തെ വാക്യത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഇന്ന് വ്യത്യാസമായിട്ടുണ്ട്. ലവോദിക്കിയ സഭയ്ക്ക് ദൂതെഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, അകത്തിരുന്ന കർത്താവിനെ ഇവർ പുറത്താക്കി. ഒരിക്കൽ കൂടെ ഞാൻ ഇത് പറയട്ടെ, യഹൂദന്മാർ അവനെ തള്ളി, റോമാക്കാർ അവനെ ക്രൂശിച്ചു. ദൈവസഭ അവനെ ആർക്കു വേണ്ടി മരിച്ചുവോ ആ ദൈവസഭ അവനെ പുറത്താക്കി. ഇന്ന് കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്നു, ചോദിക്കുന്നു, ആരെൻ്റെ ശബ്ദം കേട്ട് പുറത്തു വരും? നമുക്ക് ഈ മാനുഷിക ബന്ധനത്തിൻ്റെ അമിക്കയറുകളെ തകർത്ത് പുറത്തു വരാം. നാം സാധാരണ പുരോഹിതവർഗമല്ല, രാജകീയ പുരോഹിതവർഗം. തൻ്റെ സ്വന്തം ജനമായി തീരേണ്ടതിന് വേണ്ടി തൻ്റെ സ്വത്തായി തൻ്റെ സകലത് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു നിന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനമാണെന്നു നാം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിഷയം തീരുന്നില്ല, പിന്നെയും തുടർന്ന് ദൈവവചനം പഠിപ്പാൻ നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഈ ദൈവവചനം കേൾക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവരെയും, അവരുടെ കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ, ആബാലവൃന്ദത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു, പുത്രൻ്റെ നാമത്തിൽ തന്നെ.